ഹലോ ഡിയേഴ്സ്, അപ്പോൾ നമ്മുടെ അടുത്ത യൂണിറ്റാണ് മംസിലംസെ പരെ, അതിരുകൾക്കപ്പുറം. ബച്ചേ ക്യാ കർ രഹേ ഹെ, കുട്ടികൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. ബച്ചേ പാനി മേ ഖേൽ രഹേ ഹെ, കുട്ടികൾ വെള്ളത്തിൽ കളിക്കുന്നു. അതുപോലെ നമുക്ക് എന്ത് എഴുതാം, കുച്ച് ബച്ചേ പാനി മേ തൈർ രഹി ഹെ, അല്ലേ? കുറച്ച് കുട്ടികൾ ഇവിടെ വെള്ളത്തിൽ നീന്തി കളിക്കുന്നുണ്ട്. പിന്നെന്താ, ഏക് ബച്ചേ പാനിക്ക് കിനാരെ ബൈട്ടി ഹെ, ഒരു കുട്ടി എന്താണ് വെള്ളത്തിനടുത്തായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതുപോലെ നമുക്ക് ഈ പിക്ചറിൽ കാണുന്നതിനെയൊക്കെ നമുക്ക് എഴുതാം, അല്ലേ? ഇതിനെ ടിപ്പണി രൂപത്തിൽ നമുക്ക് എഴുതാം. നമുക്ക് എന്താണ് ടിപ്പണി എഴുതാൻ പറയാറുണ്ട്, അല്ലേ? അപ്പോൾ ഇത് മോഡലാണ് നമ്മൾ എഴുതേണ്ടത്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് നോക്കാം. കഹാനിയാണ് എഴുതിയിട്ടുള്ളത് ഹരിശങ്കർ പർസായി. ലേഖകൻ്റെ പേര് ഹരിശങ്കർ പർസായി. ചാപ്റ്ററിൻ്റെ പേര് മുന്നിക്ക് സ്വതന്ത്രത, മുന്നുവിൻ്റെ സ്വാതന്ത്ര്യം. മാം തും തോ കഹത്തി ഹേ കി ഹമേ तुम तो कहती हो कि हमें स्वतंत्रता मिल गई, पर मैम जब आज भैया की कोट फाउंटेन पे निकाल कर फर्श पर लगने लगा तब तुम नाराज हो गई. माम तुम तो कहती हो कि അമ്മ, നിങ്ങൾ പറയുന്നത് എന്തെന്നാൽ ഹമേ സ്വതന്ത്രത മിൽ ഗയി, നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ട്. പർ മേം, പക്ഷേ മേം ജബ് ആജ് ഭയ്യാക്കെ കോട്ട് സെ ഫൗണ്ടൻ പേ നിക്കാൽ കർ, ഞാൻ ഇന്ന് ഭയ്യാക്കെ ചേട്ടൻ്റെ കോട്ട് സെ ഫൗണ്ടൻ പേൻ നിക്കൽക്കർ, കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫൗണ്ടൻ പേൻ പുറത്തേക്കെടുത്തപ്പോൾ ഫർഷ് പർ ലിഗിനെ ലഗ് തബ് തും നാരാസ് ഹോ ഗയി, എന്താണ് കോട്ടിൽ നിന്ന് ആ ഫൗണ്ടൻ പേൻ പുറത്തെടുത്ത് ഫർഷ് പർ ലിഗിനെ ലഗ, നിലത്തെഴുതാൻ നോക്കിയപ്പോൾ തബ് തും നാരാസ് ഹോയി, അപ്പോൾ നിങ്ങൾ എന്നോട് ദേഷ്യപ്പെട്ടു. അവർ കലം ചീൻലി, എന്നിട്ട് നിങ്ങൾ എന്താണ് ആ പേന എൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ചു. और रात को जब मैम ने गर्म दूध न पिया तब तुमने टाट कर कहा. അതുപോലെ രാത് കോ ജബ് മേംനെ, രാത്രിയിൽ ഞാൻ ഗർമ ദൂത്, ചൂടുള്ള പാൽ എന്നെ പിയ കുടിക്കാതിരുന്നപ്പോൾ തബ് തുമ്നെ ടാണ്ടുകർ, അപ്പോൾ നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞിട്ട് കഹ ടാണ്ടുകർ കഹ, ചീത്ത പറഞ്ഞു. പി നെഹിം തോ ഏക് തമാജ ലഗേഗോ, കുടിക്കൂ, അല്ലെങ്കിൽ നെഹിം തോ അല്ലെങ്കിൽ ഏക് തമാജ ലഗേഗ, ഒരടി തരും. കുടിക്കൂ അല്ലെങ്കിൽ ഒരടി തരും. അവർ കടോര, എന്നിട്ട് നിങ്ങൾ എന്താണ് കടോര, ആ പാത്രം മുഹ്സെ ലഗാദിയ, എൻ്റെ വായോട് ചേർത്ത് വെച്ചില്ലേ, എൻ്റെ വായിലേക്ക് തന്നില്ലേ. ജബ് മേം സവേരെ सड़क पर खेलने चला गया तो तुमने नौकर से पकड़ मंगवाया और कहा. ഞാൻ രാവിലെ പോയപ്പോൾ സടക്ക് പർ ഖേൽനെ ചല, റോഡിന്മേൽ കളിക്കാൻ പോയപ്പോൾ തോ തുമ്നെ നൗക്കർ സെ പക്കട് മംഗവായ ഓർ കഹ, നിങ്ങൾ എന്നാണ് ജോലിക്കാരനോട് എന്നെ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞിട്ട് സടക്ക് പർ ഗയാ തോ ടാങ്ക് തോട് ദൂങ്ക, എന്താ റോഡിലേക്ക് പോയാൽ ടാങ്ക് തോട് ദൂങ്ക, കാലൊടിക്കും എന്ന് പറഞ്ഞില്ലേ. ഭല യഹ് ബി കോയി സ്വതന്ത്രത ഹേ, ഇതൊക്കെയാണോ സ്വാതന്ത്ര്യം? എന്താണ്, ഞാൻ റോഡിലേക്ക് കളിക്കാൻ പോയാൽ എൻ്റെ കാല് തല്ലി ഒടിക്കുമെന്ന് പറഞ്ഞില്ലേ, ഇതൊക്കെയാണോ സ്വാതന്ത്ര്യം? आज सवेरे जब मैम ने पैंट पहनने से इनकार कर दिया और कहा. आज सवेरे जब मैम ने पैंट पहनने से इनकार कर दिया और कहा, ഇന്ന് രാവിലെ ഞാൻ പാൻറ് ധരിക്കില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചപ്പോൾ, മേം പാൻറ് നെഹിം പഹനു, വിസമ്മതിച്ച് പറഞ്ഞപ്പോൾ മേം പാൻറ് നെഹിം പഹനൂങ്ക, ഞാൻ പാൻറ് ധരിക്കില്ല. മേം സ്വതന്ത്രം ഞാൻ സ്വാതന്ത്ര്യനാണ്. മേം നെംഗെ, ഞാൻ നഗ്നനായി
ഹി ഗേലുങ്ക മേ നെങ്കെ ഹി ഗേലുങ്ക ഞാൻ നഗ്നനായി തന്നെ കളിക്കും, ഞാൻ ഡ്രസ്സൊന്നും ധരിക്കാതെ പാൻറ് ധരിക്കാതെ ഞാൻ കളിക്കും എന്ന് പറഞ്ഞപ്പോൾ തബ് തുംനെ ജബർദസ്തി മുझे പാൻറ് പഹനാ ദിയ, അപ്പോൾ നിങ്ങൾ എന്താണ് എന്നെ നിർബന്ധിച്ച് എന്നെ ബലമായിട്ട് പാൻറ് ധരിപ്പിച്ചില്ലേ, എന്നെ നിർബന്ധിച്ചിട്ട് ബലമായിട്ട് പാൻറ് ധരിപ്പിച്ചു. मैं जब भैया की तस्वीरों वाली मोटी पुस्तक को ध्यान से देखने लगा, അതുപോലെ ഞാൻ ചേട്ടൻ്റെ മേൻ ജബ് ഭയ്യാക്കി അതുപോലെ ഞാൻ ചേട്ടൻ്റെ തസ്വീറോ വാലി മോട്ടി എന്താണ് ആ വലിയ കനമുള്ള ചിത്രത്തിൻ്റെ പുസ്തക് അഥവാ ആൽബത്തിനെയാണ് കേട്ടോ ഇവിടെ പറയുന്നത്. തസ്വീറോ വാലി ആൽബത്തിനെയാണ് പറയുന്നത്. തസ്വീറോ വാലി മോട്ടി പുസ്തകക്കോ എന്താണ് ആ വലിയ കനമുള്ള ആ പുസ്തകത്തിനെ ധ്യാനസേ ദേഖ്നാലക ശ്രദ്ധിച്ച് നോക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തപ്പോൾ തബ് തുംനെ പുസ്തക് ചീൻലി അപ്പം നിങ്ങൾ എന്താണ് ആ പുസ്തകം തട്ടിപ്പറിച്ചു. അവർ മുझे ടാണ്ട എന്നിട്ട് എന്നെ വഴക്ക് പറഞ്ഞു. മേംനെ ഉസ്മേം ഏക് ഹി തസ്വീർ തോ അപ്നെ ലിയേ ഫാട്ടി തി, ഞാൻ അതിൽ നിന്ന് ഒരു ചിത്രം മാത്രമല്ല എനിക്ക് വേണ്ടി എടുത്തിട്ടുള്ളൂ, കീറി എടുത്തിട്ടുള്ളൂ, അതിനും നിങ്ങൾ എന്നെ വഴക്ക് പറഞ്ഞു. ഇതൊക്കെയാണോ സ്വാതന്ത്ര്യം എന്നുള്ള നിലക്കാണ് നമ്മുടെ ആര് ചോദിക്കുന്നത്, മുന്നു അമ്മയോട് ചോദിക്കുന്നത് കേട്ടോ. അവന് ചെയ്യുന്ന വികൃതിയൊക്കെ അവൻ ന്യായീകരിച്ചിട്ട് അമ്മ ചെയ്യേണ്ടെന്ന് പറയുന്നതൊക്കെ അവൻ്റെ സ്വാതന്ത്ര്യത്തിന് എതിരാണ് എന്നാണ് അവന് പറയുന്നത്. അവന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്നുള്ള നിലക്കാണ് അവനിവിടെ സംസാരിക്കുന്നത്. मैं जब बाबूजी की दवात की स्याही से अपनी कमीज के रंग कर चंडा बनाने लगा तब तुमने तमाजे जड़ दिया. मैं जब ബാബുജിക്ക് അതുപോലെ ഞാൻ ബാബുജിയുടെ ദവാത്ത് മഷിക്കുപ്പി കി സ്യാഹി മഷിക്കുപ്പിയിലെ മഷി എടുത്തിട്ട് സെ അപ്പിനി കമീസിക്ക് രംഗ് കർ ചണ്ട ബനാനെ ലഗ എന്താണ് എൻ്റെ ഷർട്ടിൽ നല്ല കളർഫുള്ളായിട്ടുള്ള ഫ്ലാഗ് പതാക നിർമ്മിക്കുകയായിരുന്നു അല്ലേ. പതാക ഉണ്ടാക്കാൻ നോക്കിയപ്പോൾ തബ് തുംനെ തോ തമാജെ ജഡ് ദിയ, അപ്പം നിങ്ങൾ എന്താ എന്നെ 2 അടി അടിച്ചു. ക്യാ തുംനെ മേരെ ചണ്ടാക്കെ അപമാൻ നഹി കിയ, എന്താ നിങ്ങൾ എൻ്റെ പതാകയെ അപമാനിക്കുകയല്ലേ ചെയ്തത്. ജബ് മേ രോനെ ലഗാ തബ് തുംനെ ചില്ലാക്കർ കഹ, എന്നിട്ട് ഞാൻ കരഞ്ഞപ്പോൾ നിങ്ങൾ എന്താണ് ഉറക്കെ പറഞ്ഞത്. രോയേ തോ ഏക് തമാജ ഓർ ലഗാവുങ്കി, കരഞ്ഞാൽ എന്താ ഒരടിയും കൂടെ ഞാൻ തരും അല്ലേ, ഇനിയും കരഞ്ഞാൽ പിന്നെ ഒരടിയും കൂടെ തരും എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ. ക്യാ മുझे രോനേക്കെ ബി സ്വതന്ത്രത നഹീമേ, എന്താ എനിക്കിവിടെ കരയാൻ പോലും ഒരു സ്വാതന്ത്ര്യമില്ലേ, എനിക്ക് കരയാനും സ്വാതന്ത്ര്യമില്ലേ എന്നാണ് നമ്മുടെ മുന്നു ചോദിക്കുന്നത്. ടഹരോ നിൽക്കൂ, മേ അബി ജവഹർലാൽ ജിക്കോ ചിട്ടി ലിഖിതാവും, ഞാൻ ഇപ്പോൾ തന്നെ ജവഹർലാൽ ജിക്ക് കത്തെഴുതും. കി എന്തെന്നാൽ ആപ്പ് കഹത്തെ ഹെ കി സ്വതന്ത്ര മിൽ ഗയി, നിങ്ങൾ എന്താ പറയുന്നത് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. കിന്തു പക്ഷെ എന്താണ് മുझे तो രത്തി ഭർ ഭി സ്വതന്ത്ര നഹി മിലി, എനിക്ക് അല്പം പോലും എനിക്ക് ഒരു തുള്ളി പോലെ എന്ന് പറയുന്ന പോലെ എനിക്കൊരല്പം പോലും സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. ആപ്പ് തുരന്ത് അമ്മ കെ ലിഖി ദീജിയെ ജിസ്സെ മുझे വഹ സ്വതന്ത്രത ദേഹേ, ദയവായി നിങ്ങൾ എന്താണ് അമ്മയ്ക്ക് പെട്ടെന്ന് നിങ്ങൾ അമ്മയ്ക്കൊരു കത്തെഴുതണം. ജിസ് സേ വഹ് മുझे സ്വതന്ത്രത ദേത്തേഹും, എന്താണ് അവളോട് എനിക്ക് സ്വാതന്ത്ര്യം നൽകാൻ വേണ്ടിയിട്ട് സ്വാതന്ത്ര്യം തരാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കത്ത് പെട്ടെന്ന് തന്നെ അമ്മയ്ക്ക് എഴുതണം കേട്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന് കത്തെഴുതും എന്ന് പറയുകയാണ്. ഇത്രയേ ഉള്ളൂ നമ്മളെ സ്റ്റോറി കേട്ടോ. परसाई जी ने यह कहानी 1949 में लिखी थी. എന്താണ് പർസായി ജി നമ്മുടെ ലേഖക ഈ കഥ എഴുതിയത് 1949 ജബ് ജവഹർലാൽ നെഹ്റു ദേശിക്ക് പ്രധാനമന്ത്രി തെ, അന്ന് ജവഹർലാൽ നെഹ്റു ആയിരുന്നു നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പം നമ്മുടെ ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇവിടെ, അത് നോക്കാം. സഡക് പർ ഗേൽന ഇസ്സെ ആപ്പ് സഹമത് ഹേ ക്യോം,
എന്താണ് റോഡിന്മേൽ കളിക്കുക എന്നുള്ളതുകൊണ്ട് നിങ്ങൾ എന്താണ് ഇസ്സെ ആപ്പ് സാമത്തെ ഇതിനോട് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? റോഡിൽ കളിക്കും എന്നുള്ളതിനോട് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ക്യോം എന്തുകൊണ്ട്? ഞാൻ സഹമത്ത് നഹി ഹും ഇല്ല ഞാൻ എന്താണ് സമ്മതിക്കുന്നില്ല, ഞാൻ അനുകൂലിക്കുന്നില്ല. ക്യോം കി എന്തെന്നാൽ സടക്ക് പർ ഗാഡിയാം ചൽത്തി ഹേ और ദുർഘടന ഹോ സക്തി ഹേ കാരണം എന്താ റോഡിൽ വാഹനങ്ങൾ വരും, അപകടവും ഉണ്ടാകാം അല്ലേ. റോഡിന്മേൽ കളിക്കാൻ പാടില്ല അല്ലേ. മേമിനെ ഉസ്മേം ഏക് ഹി തസ്വീരോ തോ അപ്നെ ലിയെ ഫാട്ടി തീ ഞാൻ അതിൽ നിന്ന് ഒരു ചിത്രം മാത്രമല്ല എടുത്തിട്ടുള്ളത്, കീറി എടുത്തിട്ടുള്ളൂ. ഇസ്സെ ബച്ചിക്ക് കോൺ സി വിശേഷത സമച്ച് സക്തേ ഹേ ഇതിൽ കുട്ടിയുടെ ഏത് തരത്തിലുള്ള സ്വഭാവ സവിശേഷതയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ബച്ച തോടാ സോർത്തിത എന്താണ് കുട്ടി കുറച്ചൊരു സ്വാർത്ഥനാണ് അല്ലേ. അവന് ചെയ്ത കാര്യത്തിനോട് അനുകൂലിക്കുകയാണ് ചെയ്യുന്നത്. അവന് ചെയ്ത തെറ്റ് അവനെന്താണ് തെറ്റാണെന്ന് സമ്മതിക്കുന്നില്ല അല്ലേ. ശരിക്കും ആ ആൽബത്തിൽ നിന്ന് ഒരു ചിത്രം പറിച്ചെടുക്കാൻ പാടുണ്ടോ? അവൻ്റെ അഹങ്കാരം കൊണ്ടല്ലേ അവൻ അങ്ങനെയൊക്കെ ചെയ്തത്, അവൻ്റെ സ്വാർത്ഥതയല്ലേ അത്. मैं अभी जवाहरलाल की चिट्ठी लिखता हूँ. लड़के ने क्यों जवाहरलाल जी की चिट्ठी लिखी होगी ഞാൻ ഇപ്പോൾ തന്നെ ജവഹർലാൽ ജിക്ക് കത്തെഴുതും. ഇവിടെ ലड़के ക്യോം ജവഹർലാൽ ജിക്ക് കോ ചിട്ടി ലിഖി ഹോഗി ഇവിടെ ആൺകുട്ടി എന്തുകൊണ്ടാണ് ജവഹർലാൽ നെഹ്റുവിന് കത്തെഴുതും എന്ന് പറയാൻ കാരണം. ക്യോംകി ഉസേ ഘർ മേ സ്വതന്ത്രത നഹി മിൽത്തി തി എന്നാൽ അവൻ്റെ വീട്ടിൽ അവന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അവന് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടി ജവഹർലാൽ നെഹ്റുവിന് കത്തെഴുതുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളെ ചാപ്റ്റർ. ഓക്കെ ബൈ.